ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സലിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ പറ്റിയാണല്ലേ. നമ്മൾ ഏതൊക്കെ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു? ഫസ്റ്റ് വൺ ആയിരുന്നു എന്ത്? മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്. ദെൻ നമ്മൾ ഡേറ്റ് ഫങ്ഷൻസ് പഠിച്ചു, ടെക്സ്റ്റ് ഫങ്ഷൻസ് പഠിച്ചു, ലോജിക്കൽ ഫങ്ഷൻസ് പഠിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലുക്കപ്പ് ഫങ്ഷൻസിനെ പറ്റിയാണ്. എക്സലിലുള്ള പ്രധാനപ്പെട്ട ലുക്കപ്പ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും എക്സലിൽ 3 ലുക്കപ്പ് ഫങ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണത്? വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്. ഈ 3 ലുക്കപ്പ് ഫങ്ഷൻസ് എന്ത് ചെയ്യും, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതിൽ ആദ്യത്തെ ലുക്കപ്പ് ഫംഗ്ഷനായ വി ലുക്കപ്പിന്റെ ഫുൾ ഫോം ആണ് വെർട്ടിക്കൽ ലുക്കപ്പ്. വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് വെർട്ടിക്കൽ ആയി കൊടുത്തിരിക്കുന്ന ഒരു ഡാറ്റയുടെ റിസൾട്ട്, അതിൻ്റെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന റിസൾട്ട് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? വി ലുക്കപ്പ്. നമുക്ക് കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ ഏതെങ്കിലും ഒരു ഡാറ്റയുടെ റിലേറ്റഡ് ആയി കിടക്കുന്ന, വെർട്ടിക്കലായി കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ നിന്നും ഏതെങ്കിലും ഒരു ഡാറ്റയുടെ റിലേറ്റഡ് ആയി കിടക്കുന്ന ഡാറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണെന്ത്? വി ലുക്കപ്പ്. ഇനി അടുത്തൊരു ലുക്കപ്പ് ഫംഗ്ഷൻ ആണ് എച്ച് ലുക്കപ്പ്. എച്ച് ലുക്കപ്പിന്റെ ഫുൾ ഫോം ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്നാണ്. ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന ഡാറ്റയിൽ നിന്നും ഒരു ഡാറ്റയുടെ റിലേറ്റഡ് ആയി കിടക്കുന്ന റിസൾട്ട് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? എച്ച് ലുക്കപ്പ് അഥവാ ഹൊറിസോണ്ടൽ ലുക്കപ്പ്. ദെൻ അടുത്ത മൂന്നാമത്തെ ലുക്കപ്പ് ഫംഗ്ഷൻ ആയിരുന്നു എക്സ് ലുക്കപ്പ്. വി ലുക്കപ്പിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷന് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു ലുക്കപ്പ് ഫംഗ്ഷൻ ആണെന്ത്? എക്സ് ലുക്കപ്പ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ലുക്കപ്പ് ഫംഗ്ഷൻസും ഓരോ ഇല്ലുസ്ട്രേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ലുക്കപ്പ് ഫംഗ്ഷൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യന്, നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ഡാറ്റ കാണുന്നുണ്ടാവും. ഈ ഒരു ഡാറ്റയിൽ 2 എക്സസൈസ് ഉണ്ട്. എ എന്ന് പറയുന്ന എക്സസൈസും ഉണ്ട്, ബി എന്ന് പറയുന്ന എക്സസൈസും ഉണ്ട്. ഇവിടെ നോക്കിയേ, എയിൽ എന്താ പറയുന്നത്? ഫ്രം ദ ഫോളോയിങ് ടേബിൾ ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് മിസ്റ്റർ അജിത് യൂസിങ് വി ലുക്കപ്പ് ഫംഗ്ഷൻ യൂസിങ് എംപ്ലോയി കോഡ് 1846. അതായത് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് താഴെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എംപ്ലോയി കോഡ്, അതുപോലെ നെയിം, ബേസിക് പേ, ഇത്തരത്തിലുള്ള ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഡാറ്റ വെച്ചിട്ട് നമ്മളോട് എന്ത് കണ്ടെത്താനാണ് പറഞ്ഞത്? ബേസിക് പേ കണ്ടെത്താനാണ് പറഞ്ഞത്. നമ്മൾ എംപ്ലോയി കോഡ് കൊടുക്കണം. എംപ്ലോയി കോഡ് കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് എന്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്? ബേസിക് പേ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ 3475 എന്ന് കോഡ് കൊടുക്കുകയാണെങ്കിൽ 3475 ആരുടെ കോഡാണെന്ന് നോക്കിയേ? അഖിൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ കോഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ എംപ്ലോയി കോഡ് എന്നുള്ളിടത്ത് ഈ F4 എന്ന് പറയുന്ന സെല്ലിൽ ഞാൻ 3475 അഖിൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാലറി ആയ 11,500 11,500 എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്ത് തരണം. ഇനിയിപ്പോൾ ഞാനിവിടെ 5432 5432 എന്ന് പറയുന്നത് ആരുടെ കോഡാണ്? സോനു എന്ന് പറയുന്ന എംപ്ലോയിയുടെ കോഡാണ്. അപ്പോൾ ഞാനിവിടെ 5432 എന്ന് പറയുന്ന എംപ്ലോയി കോഡാണ് കൊടുക്കുന്നതെങ്കിൽ സോനു എന്ന് പറയുന്ന എംപ്ലോയിയുടെ ബേസിക് സാലറി ആയ 6000 ഇവിടെ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി എനിക്ക് എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആണെന്ത്? ലുക്കപ്പ് ഫംഗ്ഷൻസ്. റിലേറ്റഡ് ആയി കിടക്കുന്ന ഡാറ്റയിൽ നിന്നും ഒരു ഡാറ്റയുടെ ഓപ്പോസിറ്റോ റിലേറ്റഡ് ആയി കിടക്കുന്ന മറ്റൊരു റിസൾട്ട് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണെന്ത്? ലുക്കപ്പ് ഫംഗ്ഷൻസ്. ഇവിടെ നമ്മൾ വി ലുക്കപ്പ് ആണോ എച്ച് ലുക്കപ്പ് ആണോ അപ്ലൈ ചെയ്യേണ്ടത്? എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ ഇതാണല്ലേ. ഇവിടെ നോക്കി ഡാറ്റ കിടക്കുന്നത് എങ്ങനെയാണ്? വേർട്ടിക്കലിയാണ് അല്ലേ. ഡാറ്റ ബേസിക് പേ എന്ന് പറയുന്ന ഡാറ്റയും കിടക്കുന്നത് വേർട്ടിക്കലിയാണ്. നെയിം എന്ന് പറയുന്ന ഡാറ്റയും വേർട്ടിക്കലിയാണ് കിടക്കുന്നത്. അപ്പോൾ ഡാറ്റ വേർട്ടിക്കലിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഏത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം? വേർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറയുന്ന വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യുക. സോ ഞാൻ എംപ്ലോയി കോഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? എക്സൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി
ഈ എംപ്ലോയി കോഡ് വരുന്ന എംപ്ലോയിയുടെ ബേസിക് പേ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് തരണം. സോ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്? വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇവിടെ വി ലുക്കപ്പാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞത്? ഡാറ്റ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? വേർട്ടിക്കലായിട്ടാണ്. അപ്പോൾ ഇത് കണ്ടെത്താനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷന് വി ലുക്കപ്പാണ്. സോ ഞാൻ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്ത് ചെയ്യുന്നു? സീക്വൽ ടു വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നോക്കിയ വി ലുക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻ്റ് അഥവാ പാരാമീറ്റർ എന്താ വരുന്നത്? ലുക്കപ്പ് വാല്യൂ അല്ലേ. ലുക്കപ്പ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതാണ് ലുക്കപ്പ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് ഡാറ്റേൻ്റെ അല്ലെങ്കിൽ എവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റേൻ്റെ റിലേറ്റഡ് ആയി കിടക്കുന്ന റിസൾട്ടാണ് നമുക്ക് കണ്ടെത്തി തരേണ്ടത്. അതാണ് ലുക്കപ്പ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ F4 എന്ന് പറയുന്ന കോളത്തിൽ കൊടുത്തിരിക്കുന്ന 3475 ആണ് അല്ലേ. 3475 എന്ന് പറയുന്ന എംപ്ലോയി കോഡ് വരുന്ന എംപ്ലോയിയുടെ ബേസിക് പേ ആണ് നമുക്ക് കണ്ടെത്തി തരേണ്ടത്. അപ്പോൾ അതാണ് ലുക്കപ്പ് വാല്യൂ. ദെൻ കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ എന്താ? ടേബിൾ ആരെ. ടേബിൾ ആരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ടേബിൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ടേബിൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ദെൻ അതാണ് ടേബിൾ ആരെ. ദെൻ കോമ എടുത്തു. ഇനി അടുത്ത പാരാമീറ്റർ എന്താ നോക്കിയാൽ കോളം ഇൻഡെക്സ്. കോളം ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ G4 എന്ന് പറയുന്ന ഈ സെല്ലിൽ ഏത് കോളത്തിൽ നിന്നാണ് റിസൾട്ട് കണ്ടെത്തി തരേണ്ടത്. ഇപ്പോൾ ബേസിക് പേ ഏത് കോളത്തിലാണ് കിടക്കുന്നത്? നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ടേബിളിൽ 1, 2, 3 എന്ന് പറയുന്ന മൂന്നാമത്തെ കോളത്തിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ കോളം ഇൻഡെക്സ് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുക്കണം. ദെൻ ഒരു കോമ കൊടുക്കുക. പിന്നെ അടുത്ത പാരാമീറ്റേഴ്സ് ഏതാ വരുന്നത് നോക്കിയേ. ട്രൂ അതിന് നേരെ അപ്രോക്സിമേറ്റ് മാച്ച്, ഫാൾസ് അതിന് നേരെ എക്സാക്റ്റ് മാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ട്രൂ അപ്രോക്സിമേറ്റ് മാച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം റിസൾട്ടേ എനിക്ക് എന്ത് ചെയ്തിരുള്ളൂ? എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്തിരുള്ളൂ. എനിക്ക് ഈ 3475 എന്ന് പറയുന്ന ഡാറ്റയുടെ എക്സാക്റ്റ് റിസൾട്ടാണ് കണ്ടെത്തി തരേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഫാൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ദെൻ ഫാൾസിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. ഇപ്പോൾ നോക്കിയേ 3475 എന്ന് പറയുന്ന എംപ്ലോയി കോഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ബേസിക് പേ എനിക്ക് എന്ത് ചെയ്തു തന്നു? എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്തു തന്നു. നോക്കിയാൽ 3475 എന്ന് പറഞ്ഞ കോഡിൻ്റെ നേരെ അഖിൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ബേസിക് പേ എത്ര വരുന്നത്? 11,500. അത് എനിക്കിവിടെ എന്ത് ചെയ്തു? കണ്ടെത്തി തന്നു. ഇനി ഞാനിവിടെ 5432 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബേസിക് പേ എത്ര വരും? 6000 വരും. 6000 5432 എന്ന് പറയുന്ന എംപ്ലോയി കോഡ് ആയിരുന്ന സോനുവിൻ്റെയാണ്. സോനുയുടെ സാലറി എത്രയാണ്? 6000 ആണ്. അത് എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി എനിക്ക് കണ്ടെത്തി തന്നു. ഇനി ഞാൻ എംപ്ലോയി കോഡ് 1512 എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ബേസിക് പേ 7000 എന്ന് കിട്ടും. 1512 എന്ന് പറയുന്ന കോഡ് വരുന്ന എംപ്ലോയി ആയ വിനുവിൻ്റെ ബേസിക് പേ 7000 ആണ്. അത് എനിക്ക് എന്ത് ചെയ്തു? കണ്ടെത്തി തന്നു. സോ ഇങ്ങനെ ഡാറ്റ വെർട്ടിക്കലി ലുക്കപ്പ് ചെയ്തിട്ട് റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ത്? വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷന്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യന് H ലുക്കപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കും. എന്താ പറയുന്നത്? ബിയിൽ എന്താ പറയുന്നത്? ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫൈൻഡ് ഔട്ട് ആക്ച്വൽ പ്രോഫിറ്റ് ഫോർ Q2 യൂസിങ് ലുക്കപ്പ് ഫംഗ്ഷൻ. ഈ ഒരു ടേബിളിൽ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഓരോ ക്വാർട്ടറുകൾ കൊടുത്തിട്ടുണ്ട്. Q1, Q2, Q3, Q4. ഓരോ ക്വാർട്ടറിലെയും ടോട്ടൽ സെയിൽസ് കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? പ്രോഫിറ്റ്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്കൊരു വേറൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ ക്വാർട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ക്വാർട്ടർ എന്ന് പറയുന്ന ഈ ഒരു ടേബിളിൽ തൊട്ട് താഴത്തുള്ള കോളത്തിൽ ഞാൻ ഇവിടെ Q1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എനിക്ക് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ഇവിടെ 5000 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തരണം. ഓക്കെ, ഇനി ഞാൻ Q2 ആണ് കൊടുക്കുന്നതെങ്കിൽ Q2ൻ്റെ പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 12000. അതെന്ത് ചെയ്യണം? ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരണം. ഓക്കെ, അതിന് നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുക? ഇവിടെ നോക്കിയ ഡാറ്റ, ഇവിടെ നമുക്ക് കാൽക്കുലേഷന് എന്താ റിസൾട്ട് കണ്ടെത്തേണ്ടത്? പ്രോഫിറ്റ് ആണ് അല്ലേ. ഇവിടെ ഡാറ്റ എങ്ങനെയാണ് കിടക്കുന്നത്? ഹൊറിസോണ്ടൽ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. നമുക്ക് റിസൾട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് കോളത്തിൻ്റെ റിസൾട്ടാണ് എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരേണ്ടത്? പ്രോഫിറ്റ് എന്ന് പറയുന്ന കോളത്തിൻ്റെ റിസൾട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. പ്രോഫിറ്റ് എന്ന് പറയുന്ന കോളത്തിലെ ഡാറ്റ എങ്ങനെ കിടക്കുന്നത് നോക്കിയേ?
ഹൊറിസോണ്ടലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കണ്ടെത്താനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണ്? വി ലുക്കപ്പ് അല്ല, എച്ച് ലുക്കപ്പ് ആണ്. അപ്പോൾ എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ എന്ത് ചെയ്തു? സീക്വൽ ടു എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റത്തെ പാരാമീറ്റർ ഇത് നോക്കിയേ, വി ലുക്കപ്പിൻ്റെ അതേ പാരാമീറ്റേഴ്സ് തന്നെയാണ് എച്ച് ലുക്കപ്പിനുള്ളത്. ഫസ്റ്റത്തെ പാരാമീറ്റർ അഥവാ ആർഗ്യുമെൻ്റ് എന്താ? ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എവിടെ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റയുടെ റിസൾട്ടഡ് ആയിട്ടുള്ള ആൻസറാണ് എനിക്ക് കണ്ടെത്തി തരേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു O7 എന്ന് പറയുന്ന സെല്ലിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന Q2 എന്ന് പറയുന്ന ഡാറ്റയുടെ റിലേറ്റഡ് ആയി കിടക്കുന്ന ഡാറ്റയുടെ റിസൾട്ടാണ് എനിക്ക് കണ്ടെത്തി തരേണ്ടത്. സോ ഈ ഒരു O7 എന്ന് പറയുന്ന സെല്ലിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലുക്കപ്പ് വാല്യൂ. ദെൻ കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ ഏതാ നോക്കിയാൽ ടേബിൾ ആര്. ടേബിൾ ആരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു, ഡാറ്റ സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ കോമ എടുത്തു. ഇനി അടുത്ത പാരാമീറ്റർ എന്താ നോക്കിയാൽ റോ ഇൻഡെക്സ്. വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത സമയത്ത് ഇവിടെ കോളം ഇൻഡെക്സ് എന്നായിരുന്നു വന്നത് അല്ലേ. എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആർഗ്യുമെന്റ് അഥവാ പാരാമീറ്റർ എന്താ വന്നത് നോക്കിയേ? റോ ഇൻഡെക്സ് ആണ് വന്നത്. റോ ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു P7 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിൽ വി ലുക്കപ്പ് എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത ഈ P7 എന്ന് പറയുന്ന ഈ സെല്ലിൽ ഏത് റോയിൽ കിടക്കുന്ന റിസൾട്ടാണ് കണ്ടെത്തി തരേണ്ടത്. ഇപ്പം ഞാൻ ഈ സെലക്ട് ചെയ്ത ടേബിളിൽ ഒന്നാമത്തെ റോയിൽ Q1, Q2, Q3 ആണ് കിടക്കുന്നത്. രണ്ടാമത്തെ റോയിൽ ടോട്ടൽ സെയിൽസ്, മൂന്നാമത്തെ റോയിൽ ടോട്ടൽ കോസ്റ്റ്, നാലാമത്തെ റോയിൽ പ്രോഫിറ്റ്. അപ്പോൾ നാലാമത്തെ റോയിൽ കിടക്കുന്ന പ്രോഫിറ്റാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തി തരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം? റോ ഇൻഡെക്സ് നമ്പർ എന്നുള്ളത് 4 എന്ന് കൊടുക്കണം. ദെൻ അടുത്ത ഓപ്ഷന് ട്രൂ ഓർ ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് കൊടുക്കണം? ഫാൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഫാൾസ് കൊടുത്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. എനിക്ക് എന്ത് കിട്ടി? Q2 എന്ത് കിട്ടി? പ്രോഫിറ്റായ 12,000 എനിക്കിവിടെ കിട്ടി. ഈ റിസൾട്ട് എന്ത് ചെയ്തു? ഇവിടെ എനിക്ക് കണ്ടെത്തി തന്നു. 12,000 എന്ന് പറഞ്ഞ് കണ്ടെത്തി തന്നു. ഇനി ഞാനിവിടെ Q4 കൊടുക്കുകയാണെങ്കിൽ Q4ൻ്റെ പ്രോഫിറ്റായ 13,000 13,000 ഈ പ്രോഫിറ്റ് എനിക്ക് എന്ത് ചെയ്തു തന്നു? ഇവിടെ എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എക്സൽ ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തന്നു. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലായി കിടക്കുന്ന ഡാറ്റയുടെ റിസൾട്ട് കണ്ടെത്താനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണെന്ത്? എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇല്ലുസ്ട്രേഷനും കൂടി നോക്കാം. വി ലുക്കപ്പും എച്ച് ലുക്കപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇല്ലുസ്ട്രേഷനും കൂടി നോക്കാം. ഇവിടെ നമുക്ക് ഷീറ്റ് 1 എന്ന് പറയുന്ന ഷീറ്റ് റീനെയിം ചെയ്തിട്ട് ഞാൻ ഇൻവോയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഷീറ്റ് 2 എന്ന് പറയുന്ന ഇൻവോയ്സ് ഈ ഒരു ഷീറ്റ് നെയിം ഞാൻ റീനെയിം ചെയ്തിട്ട് മാസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഇൻവോയ്സ് എന്ന് പറയുന്ന ഷീറ്റിൽ നമുക്കൊരു ബില്ലിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബില്ലിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബില്ലിൻ്റെ ഫോർമാറ്റ് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കണ്ടെത്താനും, രണ്ടാമത്തെ ബില്ലിൻ്റെ ഫോർമാറ്റ് എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കണ്ടെത്താനുള്ള ബില്ലിൻ്റെ ഫോർമാറ്റാണ്. ദെൻ മാസ്റ്റർ എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ കൊടുത്തിട്ടുള്ള 2 ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട്. വി ലുക്കപ്പിന് ഉപയോഗിക്കുന്ന ഡാറ്റാ സെറ്റും കൊടുത്തിട്ടുണ്ട്, എച്ച് ലുക്കപ്പിന് ഉപയോഗിക്കുന്ന ഡാറ്റാ സെറ്റും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കിയേ, ഇവിടെ ഫ്ലേവർ ഈ ഒരു ബില്ലിൻ്റെ ആദ്യത്തെ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്താൻ പോകുന്ന ബില്ലിൻ്റെ ഫോർമാറ്റിൽ ഇവിടെ ആദ്യത്തെ കോളത്തിൽ വാനില കൊടുത്തിട്ടുണ്ട്, ഫ്ലേവർ കൊടുത്തിട്ടുണ്ട്. ദെൻ റേറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തരണം. നമ്മുടെ ജോലി എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ? ഫ്ലേവർ ടൈപ്പ് ചെയ്യുക, ക്വാണ്ടിറ്റി കൊടുക്കുക, റേറ്റും വാല്യൂം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? എക്സൽ കണ്ടെത്തി തരണം. വാല്യൂ കണ്ടെത്താനായിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. സീക്വൽ ടു വാല്യൂ കണ്ടെത്താൻ റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി, C4 ഇൻറ്റു D4. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഓക്കെ, അപ്പോൾ വാല്യൂ കണ്ടെത്താനായിട്ട് C4 ഇൻറ്റു D4 എന്ന് പറയുന്ന ഫോർമുലയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇനി റേറ്റ്, ഇവിടെ എനിക്ക് 2 ജോലി ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് ഫ്ലേവർ ടൈപ്പ് ചെയ്യുക, ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യുക. റേറ്റ് ഇവിടെ ഫ്ലേവർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓട്ടോമാറ്റിക്കലി വരണം. ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ റേറ്റും ക്വാണ്ടിറ്റിയും ഇൻഡ്യൂ ചെയ്തിട്ട് വാല്യൂ എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? എക്സൽ കണ്ടെത്തി തരണം. ഇപ്പോൾ വാല്യൂ ഓട്ടോമാറ്റിക്കലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്തല്ലേ. എന്താണത്? C4 ഇൻറ്റു D4. ഓക്കെ,
ഇനി ഞാൻ വാനിലേൻ്റെ റേറ്റ് എനിക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തണം. വാനിലേൻ്റെ റേറ്റ് ഒക്കെ എവിടെ കിടക്കുന്ന മാസ്റ്റർ എന്ന് പറയുന്ന ഷീറ്റ് 2-ലാണ്, രണ്ടാമത്തെ ഷീറ്റിലാണുള്ളത് അല്ലേ. ഈ ഷീറ്റിൽ നോക്കിയാൽ വിവിധ തരത്തിലുള്ള കേക്കുകളുടെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ് വെൽവെറ്റിന് 800, ബട്ടർ സ്കോച്ചിന് 900, വാനിലയ്ക്ക് 750. ഈ 750 എന്ത് ചെയ്യണം, ഇവിടെ ഫ്ലേവർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റേറ്റ് എന്നുള്ള കോളത്തിൽ ഓട്ടോമാറ്റിക്കലി 750, 750 ഇവിടെ ഓട്ടോമാറ്റിക്കലി എനിക്ക് കണ്ടെത്തി തരണം. സോ അതിന് ഞാൻ ഈ ഒരു ടേബിൾ ആണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു ഡാറ്റ സെറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് റേറ്റ് ഓട്ടോമാറ്റിക്കലി കണ്ടെത്താനായിട്ട് ഞാൻ വി ലുക്കപ്പ് ആണോ എച്ച് ലുക്കപ്പ് ആണോ അപ്ലൈ ചെയ്യേണ്ടത്? അത് വി ലുക്കപ്പ് ആണോ എച്ച് ലുക്കപ്പ് ആണോ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് എങ്ങനെയാണോ റിസൾട്ട് കൊടുത്തിരിക്കുന്നത്, ഡാറ്റാ സെറ്റിൽ എങ്ങനെയാണോ റിസൾട്ട് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വി ലുക്കപ്പ് ആണോ എച്ച് ലുക്കപ്പ് ആണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക അല്ലേ. ഇവിടെ നോക്കി എനിക്ക് റേറ്റ് എന്ന് പറയുന്ന കോളത്തിലെ ഡാറ്റ എങ്ങനെ കൊടുത്തത്, വേർട്ടിക്കലായിട്ടല്ലേ. ഈ ഒരു റിസൾട്ട് അല്ലേ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ട് കിടക്കുന്ന ഡാറ്റ വേർട്ടിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യേണ്ടത്, റേറ്റ് കണ്ടെത്താനായിട്ട് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്, വി ലുക്കപ്പ് ആണ്. അപ്പോൾ ഞാൻ വി ലുക്കപ്പ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ്, റേറ്റ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്താ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്, വി ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ എന്ന് കൊടുത്ത് നമ്മൾ ഏത് സെലക്ട് ചെയ്യണം, വാനിലാണ് സെലക്ട് ചെയ്യണം അല്ലേ. വാനിലേൻ്റെ റിസൾട്ടാണ് എനിക്ക് റേറ്റ് ആണ് കണ്ടെത്തി തരേണ്ടത്. അപ്പോൾ ലുക്കപ്പ് വാല്യൂ വാനിലയാണ്. ഞാനത് എന്ത് ചെയ്തു, ആ വാനില എന്ന് പറയുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിരുന്ന B4 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു, കോമ എടുത്തു. ഇനി ടേബിൾ ആരെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ടേബിൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ, ടേബിൾ സെലക്ട് ചെയ്തു, അത് മാസ്റ്റർ എന്ന് പറഞ്ഞ ഷീറ്റിലുണ്ടായിരുന്നത്, ആ ടേബിൾ സെലക്ട് ചെയ്തു. ഇനി കോമ, അടുത്ത പാരാമീറ്റർ ചെയ്താൽ നോക്കിയേ, ടേബിൾ ആരെ കഴിഞ്ഞടുത്തത് കോളം ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ ടേബിളിലെ എത്രാമത്തെ കോളത്തിലാണ് റിസൾട്ട് കിടക്കുന്നത്, പ്രൊഡക്റ്റ് 1 റേറ്റ് 2, രണ്ടാമത്തെ കോളത്തിലാണ് എന്ത് കിടക്കുന്നത്, റേറ്റ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം, കോളം ഇൻഡെക്സ് നമ്പർ എന്ന് കൊടുത്ത് 2 എന്ന് കൊടുക്കണം. ഇനി കോമ കൊടുക്കണം. ഇനി അടുത്ത പാരാമീറ്റർ എന്താ ചോദിക്കുന്നത്, ട്രൂ ഓർ ഫാൾസ് അല്ലേ. ഇവിടെ നമ്മൾ ഏതാ കൊടുക്കേണ്ടത്, നമുക്ക് എക്സാക്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഫാൾസ് എന്ന് കൊടുക്കണം. ദെൻ എന്ത് ചെയ്യുക, ഡബിൾ കോമ ഫാൾസ് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ എൻ്റർ കീ അടിക്കുക. നോക്കിയേ, വാനിലേൻ്റെ റിസൾട്ട് എനിക്ക് എന്ത് ചെയ്തു, വാനിലേൻ്റെ ഫ്ലേവർ എനിക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫംഗ്ഷനിൽ വി ലുക്കപ്പിൽ B2 അതുപോലെ C9 ഈ 2 സെൽ റെഫറൻസുകൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, റെഡ് വെൽവെറ്റിൻ്റെ റേറ്റും ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് ചെയ്ത് തരും, എക്സൽ കണ്ടെത്തി തരും. ഓക്കെ, നോക്കിയേ, മാസ്റ്റർ എന്ന് പറയുന്ന ഷീറ്റിലേക്ക് നോക്കാം, റെഡ് വെൽവെറ്റിൻ്റെ റേറ്റ് 800 തന്നെയല്ലേന്ന്. നോക്കിയേ, റെഡ് വെൽവെറ്റിൻ്റെ റേറ്റ് എത്ര, 800. ഇതാണ് നമുക്ക് എന്ത് ചെയ്തത്, വി ലുക്കപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്തി തന്നത്. ഇനി ജസ്റ്റ് എന്ത് ചെയ്തോളൂ, ക്വാണ്ടിറ്റി കൊടുക്കാൻ മാത്രമേ എൻ്റെ ജോലിയുള്ളൂ. ഞാൻ പിന്നെ വാല്യൂവിൽ നേരെ 4 ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ വാല്യൂ എനിക്ക് എന്ത് ചെയ്ത് തരും, ഓട്ടോമാറ്റിക്കലി 3000 എന്ന് കണ്ടെത്തി തരും. ഓക്കെ, ഇനി ഞാൻ പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ നേരെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ കോളത്തിൽ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ എനിക്ക് 1600 എന്ത് ചെയ്ത് തരും, എക്സൽ കണ്ടെത്തി തരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്താനായിട്ട് അപ്ലൈ ചെയ്ത റേറ്റ് കണ്ടെത്താനായിട്ട് അപ്ലൈ ചെയ്ത ഫംഗ്ഷൻ ഏതായിരുന്നു, വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അടുത്ത മറ്റൊരു ബില്ലിൻ്റെ ഇൻവോയ്സ് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ഇവിടെ എന്തുണ്ട്, ഫ്ലേവേഴ്സ് കൊടുത്തിട്ടുണ്ട്, റെഡ് വെൽവെറ്റും ബട്ടർ സ്കോച്ചും. നമുക്ക് ഇതേപോലെ തന്നെ റേറ്റ് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തണം. നമ്മുടെ ജോലി എന്ത് വരാനേ പാടുള്ളൂ, ഫ്ലേവർ ടൈപ്പ് ചെയ്യുക, ക്വാണ്ടിറ്റി കൊടുക്കുക, റേറ്റ് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തണം, വാല്യൂ ഓട്ടോമാറ്റിക്കലി എക്സൽ കണ്ടെത്തി തരണം. വാല്യൂ എങ്ങനെ കണ്ടെത്തുക, സീക്വൽ ടു റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി, I4 ഇൻറ്റു J4. ദെൻ എൻ്റർ കീ അടിച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇനി റേറ്റ് ഇവിടെ നമ്മൾ എച്ച് ലുക്കപ്പ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലിൻ്റെ ഇൻവോയ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഡാറ്റാ സെറ്റാണ് നമ്മളിവിടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഡാറ്റാ സെറ്റിൽ എങ്ങനെയാണ് റിസൾട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ, റേറ്റ് എങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടാണ് അല്ലേ. റേറ്റ് എന്ന് പറയുന്ന ഡാറ്റ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ആയിട്ടാണ്. സോ ഈ ഒരു ടേബിളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ റേറ്റ് കൊടുത്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ റേറ്റ് കണ്ടെത്താനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും, എച്ച് ലുക്കപ്പ് ആയിരിക്കും. അപ്പോൾ എച്ച് ലുക്കപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. സീക്വൽ ടു എച്ച് ലുക്കപ്പ്, ദെൻ ലുക്കപ്പ് വാല്യൂ എന്നുള്ളടുത്ത് നമ്മൾ എന്ത് കൊടുക്കും, റെഡ് വെൽവെറ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്ന H4 എന്ന് പറയുന്ന സെല്ല് കൊടുക്കും, ദെൻ കോമ കൊടുക്കും. അടുത്ത് എന്താ, ടേബിൾ ആര്.
നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ടേബിൾ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അതാണ് എന്ത്, ടേബിൾ ആര്. ദെൻ കോമ കൊടുക്കും. അടുത്ത പാരാമീറ്റർ എന്താ വരുന്നത്, റോ ഇൻഡെക്സ് നമ്പർ. ഇപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ടേബിളിലെ എത്രാമത്തെ റോയിലാണ് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിടക്കുന്നത്, രണ്ടാമത്തെ റോയിലാണ് അല്ലേ. പ്രൊഡക്റ്റ് ഒന്നാമത്തെ റോ, റേറ്റ് രണ്ടാമത്തെ റോ. അപ്പോൾ റോ ഇൻഡെക്സ് നമ്പർ എന്ന് കൊടുത്ത് നമ്മൾ എന്ത് കൊടുക്കണം, 2 എന്ന് കൊടുക്കണം. ദെൻ കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ ഏതാണ്, ട്രൂ ഓർ ഫാൾസ്. ഇതിലേതാണ് നമ്മൾ കൊടുക്കുക, ഫാൾസ് എന്ന് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ നോക്കിയേ, എനിക്ക് എന്ത് ചെയ്യും, റെഡ് വെൽവെറ്റിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഹൊറിസോണ്ടലായി കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നു ഇവിടെ 800. ഇനി എന്ത് ചെയ്താൽ മതി, ഓട്ടോഫില്ല് ചെയ്യാനായിട്ട് G2 എന്ന് പറയുന്ന സെല്ലും N3 എന്ന് പറയുന്ന സെൽ റെഫറൻസും ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇതിൻ്റെയൊക്കെ റേറ്റ് എനിക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തരും. ഇനി എന്ത് ചെയ്താൽ മതി, ഞാനിവിടെ ക്വാണ്ടിറ്റി കൊടുക്കുകയാണെങ്കിൽ വാല്യൂ എനിക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തരും. ബട്ടർ സ്കോച്ചിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എനിക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എക്സൽ കണ്ടെത്തി തരും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 2 ലുക്കപ്പ് ഫംഗ്ഷൻസിനെ പറ്റി പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്, വി ലുക്കപ്പും എച്ച് ലുക്കപ്പും. വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷന് വെർട്ടിക്കൽ ലുക്കപ്പ് ചെയ്യാനും എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹൊറിസോണ്ടൽ ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ലുക്കപ്പ് എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ എക്സ് ലുക്കപ്പ് എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റാ സെറ്റിൽ എംപ്ലോയി നമ്പർ ഉണ്ട്, എംപ്ലോയി നെയിം ഉണ്ട്, ഈ എംപ്ലോയി ഏത് സ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്, then ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നമുക്ക് തൊട്ടപ്പുറത്തെ ടേബിളിൽ എംപ്ലോയി നെയിം കൊടുത്തിട്ടുണ്ട്, എംപ്ലോയി നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി കണ്ടെത്തണം. ഓക്കെ, ഇവിടെ നമ്മൾ എംപ്ലോയി നെയിം കൊടുത്തിട്ടുണ്ട്, ഇവിടെ എംപ്ലോയി നമ്പർ എന്ത് ചെയ്യണം, നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടെത്തണം. സോ ഇവിടെ ഫായിസ് എന്ന് പറഞ്ഞ ആദ്യത്തെ എംപ്ലോയിയുടെ പേര് ഫായിസ് ആണ് അല്ലേ. ഫായിസിൻ്റെ എംപ്ലോയി കോഡ് എത്രയാണ്, P07 ആണ്. അതെന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി എക്സൽ നമുക്ക് ഇവിടെ കണ്ടെത്തി തരണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡാറ്റ എങ്ങനെ കിടക്കുന്നത്, റിസൾട്ട് എങ്ങനെ കിടക്കുന്നത്, എംപ്ലോയി നമ്പർ എന്ന് പറയുന്ന ഈ ഒരു റിസൾട്ടാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ. ഈ ഒരു റിസൾട്ട് എങ്ങനെയാണ് കിടക്കുന്നത് നോക്കിയേ, വേർട്ടിക്കൽ ആയിട്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വി ലുക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എക്സൽ കണ്ടെത്തി തരുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഫായിസ് എന്ന് പറയുന്ന ആളുടെ എംപ്ലോയി നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. സീക്വൽ ടു വി ലുക്കപ്പ്, ദെൻ ലുക്കപ്പ് വാല്യൂ കൊടുത്ത് ഞാൻ എന്ത് കൊടുക്കണം, ഫായിസ് എന്ന് പറയുന്ന ഡാറ്റ അപ്ലൈ ചെയ്തിട്ടുള്ള സെൽ റെഫറൻസ് സെലക്ട് ചെയ്യണം, F2. ദെൻ കോമ കൊടുക്കുക. ദെൻ ടേബിൾ ആര് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ദെൻ കോമ എടുത്തു. അടുത്ത പാരാമീറ്റർ എന്താ, കോളം ഇൻഡെക്സ്. എത്രാമത്തെ കോളത്തിലാണ് നമ്മുടെ റിസൾട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ടേബിളിലെ എത്രാമത്തെ ടേബിളിലാണ് റിസൾട്ട് കിടക്കുന്നത്, എത്രാമത്തെ കോളത്തിലാണ് റിസൾട്ട് കിടക്കുന്നത്, 1ാമത്തെ കോളത്തിലാണ് റിസൾട്ട് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ 1 എന്ന് കൊടുക്കണം. ദെൻ കോമ കൊടുക്കുക. ദെൻ അടുത്ത ഓപ്ഷൻ വരുന്നത് ട്രൂ ഓർ ഫാൾസ്. ഇതിൽ ഏതാ ഞാൻ കൊടുക്കേണ്ടത്, ഫാൾസ് ആണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫാൾസിൽ ക്ലിക്ക് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. നോക്കിയാൽ എനിക്ക് റിസൾട്ട് കണ്ടെത്തി തന്നോ, ഇല്ല. അപ്പോൾ എന്നാൽ നോക്കിയാൽ എനിക്ക് ഇവിടെ എംപ്ലോയി നമ്പറിൻ്റെ പകരം ഈ എംപ്ലോയി ഫായിസ് എന്ന് പറയുന്ന എംപ്ലോയി ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കിട്ടേണ്ടതെങ്കിൽ അതിന് അപ്പം അത് വി ലുക്കപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടെത്തി തരുമെന്ന് എനിക്ക് നോക്കാം കേട്ടോ. കാരണം ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ കിടക്കുന്ന വേർട്ടിക്കൽ ഹൈറ്റാണ്. അത് വി ലുക്കപ്പ് ഉപയോഗിച്ചാൽ എനിക്ക് എക്സൽ കണ്ടെത്തി തരുമെന്ന് നമുക്ക് നോക്കാം. സീക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ ടേബിൾ ആര് കോളം ഇൻഡെക്സ് എന്ന് കൊടുത്ത് ഈ ടേബിളിൽ എത്രാമത്തെ കോളത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് കിടക്കുന്നത്, 1 2 3 4. അപ്പോൾ 4 എന്ന് കൊടുക്കും. ദെൻ ഫാൾസ് എന്ന് കൊടുക്കും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എൻ്റർ കീ അടിക്കും. നോക്കിയേ, അപ്പോഴെന്ത് ചെയ്തില്ല, എനിക്ക് റിസൾട്ട് കണ്ടെത്തി തന്നില്ല. സോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണിത് എക്സ് ലുക്കപ്പ്. അപ്പോൾ എക്സ് ലുക്കപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഞാനിവിടെ എംപ്ലോയി നമ്പർ തന്നെ ആക്കുകയാണ്, എംപ്ലോയി നമ്പർ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എംപ്ലോയി നമ്പർ നമ്മൾ നേരത്തെ വി ലുക്കപ്പ് ഉപയോഗിച്ചിട്ട് ഫായിസിൻ്റെ എംപ്ലോയി നമ്പർ നോക്കാൻ ശ്രമിച്ചപ്പോൾ ഫായിസിൻ്റെ എംപ്ലോയി നമ്പർ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അല്ലേ. ഇനി ഞാൻ വി ലുക്കപ്പിന് പകരം എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. സീക്വൽ ടു
എക്സ് ലുക്കപ്പ്, ദെൻ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ ആദ്യത്തെ പാരാമീറ്റർ വി ലുക്കപ്പിന് എച്ച് ലുക്കപ്പിനൊക്കെ പോലെ തന്നെ ലുക്കപ്പ് വാല്യൂ ആണ്. അപ്പോൾ ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് ഞാൻ ഫായ്സ് എന്ന് കൊടുത്തു, കോമ കൊടുത്തു. ലുക്കപ്പ് അടുത്ത പാരാമീറ്റർ വരുന്നത് ലുക്കപ്പ് ആരെയാണ്. അപ്പോൾ ലുക്കപ്പ് ആരെ എന്ന് പറഞ്ഞാൽ ഏത് കോളത്തിലാണോ ഫായ്സ് എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്നത് അതാണ് ലുക്കപ്പ് ആരെ. അപ്പോൾ എംപ്ലോയി നെയിം എന്ന് പറയുന്ന കോളത്തിലാണ് ഫായ്സ് എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, എംപ്ലോയി നെയിം എന്ന് പറയുന്ന ആ ഡാറ്റ സെലക്ട് ചെയ്തു. ദെൻ കോമ കൊടുത്തു. ഇനി അടുത്ത റിട്ടേൺ ആരെ എന്ന് പറയുന്ന പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് കോളത്തിൽ നിന്നാണോ എനിക്ക് ആൻസർ റിട്ടേൺ ചെയ്ത് തരേണ്ടത് ആ കോളമാണ് എന്ത്, റിട്ടേൺ ആരെ. ഇവിടെ എംപ്ലോയി നമ്പറാണ് എനിക്ക് റിട്ടേൺ ചെയ്ത് തരേണ്ടത്. അപ്പോൾ എംപ്ലോയി നമ്പർ എന്ന് പറയുന്ന കോളം എന്ത് ചെയ്യണം, ഞാൻ സെലക്ട് ചെയ്യണം. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇനി എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഫായ്സ് എന്ന് പറയുന്ന ആളുടെ എംപ്ലോയി കോഡ് എനിക്ക് എന്ത് ചെയ്ത് തന്നു, എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നു. നേരത്തെ നമ്മൾ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഫായ്സ് എന്ന് പറയുന്ന എംപ്ലോയി നമ്പർ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അല്ലേ. നമുക്ക് നോക്കാം, ഒന്നുകൂടെ വി ലുക്കപ്പ് അപ്ലൈ ചെയ്ത് നോക്കാം. സീക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ എന്ന് കൊടുത്തു, ഫായ്സ് എന്ന് കൊടുത്തു, ടേബിൾ ആരെന്നുള്ളടത്ത് ഞാൻ എന്ത് ചെയ്തു, കാൽക്കുലേഷൻ ആവശ്യമുള്ള ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്തു, കോമ എടുത്തു, കോളം ഇൻഡെക്സ് എന്നുള്ളടത്ത് എത്രാമത്തെ കോളത്തിലാണ് എംപ്ലോയി നമ്പർ കിടക്കുന്നത്, ഒന്നാമത്തെ കോളത്തിലാണ് അല്ലേ. ഇനി കോമ കൊടുത്തു, ഫാൾസ് എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. റിസൾട്ട് എനിക്ക് കിട്ടിയോ? ഇല്ല. സോ ഇത് റിസൾട്ട് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ, വി ലുക്കപ്പ് നമ്മുടെ ഡാറ്റ കിടക്കുന്ന സെല്ലിൻ്റെ റൈറ്റിലോട്ടുള്ള ഡാറ്റ മാത്രമേ ലുക്കപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഫായ്സ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ സ്റ്റേറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റും. റൈറ്റിലോട്ട് എന്ത് ചെയ്യും, ലുക്കപ്പ് ചെയ്യും. പക്ഷെ വി ലുക്കപ്പ് എന്ത് ചെയ്യില്ല, ലെഫ്റ്റിലോട്ട് ലുക്കപ്പ് ചെയ്യൂല. ഇവിടെ എംപ്ലോയി നെയിമിന്റെ ലെഫ്റ്റിലാണ് എന്ത് കിടക്കുന്നത്, എംപ്ലോയി നമ്പർ എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യൂല, ലെഫ്റ്റിലോട്ട് ലുക്കപ്പ് ചെയ്യൂല. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് എംപ്ലോയി നമ്പർ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷന് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ലഭിക്കാതെ പോയത്. അതാണ് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വി ലുക്കപ്പും എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരുപാട് എന്തുണ്ട്, പാരാമീറ്റേഴ്സ് ഉണ്ട്, ആർഗ്യുമെന്റ്സ് ഉണ്ട്. എന്നാൽ എക്സ് ലുക്കപ്പ് വളരെ സിമ്പിൾ ആണ് അല്ലേ. ഞാൻ എക്സ് ലുക്കപ്പ് നോക്കിയേ, ഈക്വൽ ടു എക്സ് ലുക്കപ്പ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ ക്ലിക്ക് ചെയ്യുക, കോമ കൊടുക്കുക, ലുക്കപ്പ് ആരെ ക്ലിക്ക് ചെയ്യുക, ദെൻ റിട്ടേൺ ആരെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയൊക്കെ എന്ത് ചെയ്യും, എനിക്ക് റിസൾട്ട് എക്സൽ ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തരും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, അബ്സല്യൂട്ട് റെഫറൻസ് ആക്കാനുള്ളതൊക്കെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കുക, ദെൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയൊക്കെ എംപ്ലോയി നമ്പർ എന്ത് ചെയ്യും, എക്സൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തരും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സോ നമ്മളിപ്പോൾ എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റിയാണ് പരിചയപ്പെട്ടത് അല്ലേ. അപ്പോൾ എക്സ് ലുക്കപ്പ് വളരെ സിമ്പിളാണ്. വി ലുക്കപ്പ് എന്ന് പറയുന്ന ലുക്കപ്പ് ഫംഗ്ഷൻ്റെ ലിമിറ്റേഷൻസ് മറികടക്കാനായിട്ട് എക്സൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലുക്കപ്പ് ഫംഗ്ഷനാണെന്ത്, എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ലുക്കപ്പ് ഫംഗ്ഷൻ. എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ലുക്കപ്പ് ഫംഗ്ഷന് നമുക്ക് ലെഫ്റ്റിലോട്ടും റിസൾട്ട് ലുക്കപ്പ് ചെയ്യാൻ പറ്റും, റൈറ്റിലോട്ടും എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് ലുക്കപ്പ് ചെയ്യാൻ പറ്റും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ആർഗ്യുമെന്റ്സ് കുറവാണ്. വി ലുക്കപ്പ് എച്ച് ലുക്കപ്പും കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് കൊടുക്കുന്ന പോലെ ആർഗ്യുമെന്റ്സ് കൊടുക്കുന്ന അത്ര ആർഗ്യുമെന്റ്സ് അഥവാ പാരാമീറ്റേഴ്സ് ഏതിനും ആവശ്യമില്ല, എക്സ് ലുക്കപ്പിന് ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 തരത്തിലുള്ള ലുക്കപ്പ് ഫംഗ്ഷനാണ് പഠിച്ചത് അല്ലേ. ഏതൊക്കെയാണ് പഠിച്ചു, വി ലുക്കപ്പ് പഠിച്ചു, എച്ച് ലുക്കപ്പ് പഠിച്ചു, എക്സ് ലുക്കപ്പ് പഠിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.